കാസർഗോഡ് MDMA കേസിൽ പോലീസിനെതിരെ പ്രതികൾ. കേസിൽ പോലീസ് തങ്ങളെ പെടുത്തിയതാണെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പ്രതികൾ ആരോപിക്കുന്നത്. കേസുമായി ബന്ധമില്ലെന്നും പ്രതി അബ്ദുൾ സലാം. കേസിൽ ദുരൂഹതയുണ്ടെന്നും പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കാണുമെന്നും പ്രതികൾ. കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇപ്പോൾ പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതികൾ. ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, കേരളത്തിൽ ഏറ്റവും രാഷ്ട്രീയ വിവാദമുണ്ടായ കേസാണ് കാസർഗോഡ് MDMA കേസ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളായ കേസ്. ഈ കേസിലാണിപ്പോൾ കോടതിയിൽ, അതായത് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ സമയത്താണ് ഇപ്പോൾ പ്രതികൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി രംഗത്ത് വന്നത്. ഇവർ പറയുന്നത് പയ്യന്നൂരിലെ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി തങ്ങളെ പെടുത്തുകയാണെന്നായിരുന്നു ഈ അബ്ദുൾ സലാം എന്ന് പറയുന്ന പ്രതി ഇപ്പോൾ ആരോപിച്ചത്. കേസുമായി ഒരു ബന്ധമില്ല എന്നും ഇദ്ദേഹം പറയുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പുറത്തിറങ്ങിയ ശേഷം വിശദമായി മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ പറയുമെന്നാണ് ഇവർ ഇപ്പോൾ പറഞ്ഞത്. അതോടൊപ്പം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇതിലെ ഒരു പ്രതിയായ മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു. ഏതായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി VD സതീശനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഈ പ്രതികളൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും കൂടുതൽ അന്വേഷണത്തിനും ഇവരെ ചോദ്യം ചെയ്യുന്നതിനുമായാണ് ഇപ്പോൾ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതായത് പെരുമ്പാവൂർ സ്വദേശികളായ KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ദുൾ സലാം, PA അബ്ബാസ് എന്നിവരെയാണ് ഇപ്പോൾ ചന്ദേര പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്ന് കോടതിയിൽ കണ്ടത്, ഈ പ്രതികൾക്ക് വേണ്ടി വക്കാലത്തെടുത്ത അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഹാജരായില്ല എന്നതാണ്. ഇതിന് പകരം കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഷാജിദ് കമ്മാടമാണ് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരിക്കുന്നത്. ഇതിൽ അഡ്വക്കേറ്റ് സാജനായിരുന്നു കേസിന്റെ വക്കാലത്തെങ്കിൽ ഇപ്പോൾ കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഷാജിദ് കമ്മാടമാണ് ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരായതെന്നതും ഇപ്പോൾ ശ്രദ്ധേയമാണ്. എന്തായാലും പുറത്തിറങ്ങിയതിനു ശേഷം, അതായത് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം ഈ കാര്യത്തിൽ വിശദമായ മാധ്യമങ്ങളെ കാണുമെന്നാണ് ഈ പ്രതികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ദുരൂഹതയുണ്ടെന്നും തങ്ങളെ പെടുത്തിയതാണെന്നും ഇവർ പറയുന്ന സാഹചര്യമാണ്. അതായത് ചന്ദേര പോലീസിന്റെ 3 ദിവസത്തേക്ക് പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അനുശ്രീ, ശരി. കാസർഗോഡ് MDMA കേസിലാണ് പോലീസിനെതിരെ പ്രതികൾ രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങളെ പെടുത്തിയതാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള പ്രതികൾ ആരോപിക്കുന്നത്. ഇതിൽ മാധ്യമങ്ങളെ കാണുമെന്നും പ്രതികൾ പറയുന്നു. KV ബൈജു ആണ് വിശദാംശങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.